നിന്നും പണം സമ്പാദിക്കാം. സോഷ്യൽ മീഡിയ പരസ്യങ്ങളിലൂടെയോ ഫോൺ കോളുകളിലൂടെയോ ഇനി മുതൽ ആ ഫോൺ സന്ദേശം കേൾക്കില്ല. ഓൺലൈൻ തട്ടിപ്പുകൾക്കെതിരായ കോളർ ട്യൂൺ പിൻവലിച്ചു. ഓൺലൈൻ തട്ടിപ്പുകൾക്കെതിരായ ബോധവൽക്കരണത്തിന്റെ ഭാഗമായിരുന്ന സർക്കാരിന്റെ ഔദ്യോഗിക കോളർ ട്യൂൺ ഇനി മുതൽ ഉണ്ടാവില്ല. ബോളിവുഡ് താരം അമിതാഭ് ബച്ചന്റെ ശബ്ദത്തിൽ അവതരിപ്പിച്ച സന്ദേശം ഉപഭോക്താക്കൾക്ക് അലോസരമായി മാറിയതിനെ തുടർന്നാണ് കേന്ദ്രം നടപടി സ്വീകരിച്ചത്. ജൂൺ 26 വ്യാഴാഴ്ച മുതൽ ട്യൂൺ പിൻവലിച്ചതായി NDTV റിപ്പോർട്ട് ചെയ്തു. സൈബർ തട്ടിപ്പുകൾക്കുള്ള മുന്നറിയിപ്പ് എന്ന നിലയിൽ ആരംഭിച്ച ഈ സന്ദേശം വലിയ നിരീക്ഷണത്തിന് വിധേയമായിരുന്നു. എന്നാൽ അടിയന്തര സാഹചര്യങ്ങളിൽ ട്യൂൺ മുഴുവനായി കേൾക്കേണ്ടിയിരുന്നതിൽ നിന്നുള്ള ബുദ്ധിമുട്ട് സമൂഹമാധ്യമങ്ങളിൽ വലിയ വിമർശനമുയർത്തി. അമിതാഭ് ബച്ചന്റെ ശബ്ദത്തിൽ CBIയിൽ നിന്നോ കസ്റ്റംസിൽ നിന്നോ വിളിക്കുന്നുവെന്ന് പറയുന്ന ഫോൺ കോളുകൾ തെറ്റായവയാണ് എന്ന് തുടങ്ങുന്ന സന്ദേശം ആദ്യം പ്രശംസിക്കപ്പെട്ടെങ്കിലും പിന്നീട് ഇത് പലർക്കും അരോചകമായി മാറി. താരത്തിന്റെ പ്രായം പരിഗണിച്ച് ദീർഘമായത് തന്നെ പ്രശ്നമാണെന്ന അഭിപ്രായവും ഉയർന്നു. വിമർശനങ്ങൾക്കൊടുവിൽ ബച്ചൻ സ്വതന്ത്രമായി പ്രതികരിച്ചു. സർക്കാരിന്റെ അഭ്യർത്ഥന പ്രകാരമാണ് സന്ദേശം റെക്കോർഡ് ചെയ്തത്. ഇനി വേണ്ടെങ്കിൽ അവർ തന്നെ നിർത്തും എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. കൊറോണ വൈറസിനെതിരായ മുൻകരുതലുകൾ സംബന്ധിച്ച് സമാനമായ കോളർ ട്യൂൺ സന്ദേശത്തിൽ ശബ്ദം നൽകിയതിന് മുൻപും ബച്ചൻ വിമർശിക്കപ്പെട്ടിരുന്നു. അദ്ദേഹത്തിനും കുടുംബാംഗങ്ങളിൽ ചിലർക്കും രോഗം ബാധിച്ചതിനെ തുടർന്ന് ബച്ചന്റെ ശബ്ദം ഇതിൽ നിന്ന് നീക്കം ചെയ്യാൻ നിർദ്ദേശം നൽകണമെന്ന് ആവശ്യപ്പെട്ട് ഡൽഹി ഹൈക്കോടതിയിൽ ഒരു പൊതു താൽപര്യ ഹർജിയും ഫയൽ ചെയ്തിരുന്നു.